സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എനിക്കെന്താ ലച്ചു ഒരു സന്തോഷക്കുറവ് പോലെ? ഏയ്, ഇത്രയും കാലം പ്രാർത്ഥിച്ചതൊക്കെ നടന്നില്ലേ? നിന്റെ രാമനെ കണ്ടുകിട്ടിയപ്പോ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ? അതെ, ഇനി കഷ്ടകാലം ഒന്നുമില്ല. എന്നിട്ടെന്താ നീ ഒന്ന് തെളിഞ്ഞു ചിരിക്കാത്തത്? അത് പിന്നെ അവൾക്ക് ആകെ ഒരു അതിശയം. ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോ നിധി പോലല്ലേ കയ്യിലേക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. ഒക്കെ തിരിച്ചു കിട്ടും. അത്രയ്ക്കൊന്നും വേദനിപ്പിക്കില്ല ഈശ്വരൻ. നിന്റെ കുട്ടി അച്ഛനില്ലാതെ വളരില്ല ലച്ചു. അത്രയ്ക്ക് പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒക്കെ ഈശ്വര നിശ്ചയ. നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലേക്ക് ഒരേ മുഹൂർത്തത്തിൽ കടന്നിയെല്ലാം പോവാ. അതല്ലേ മോളെ ഏറ്റവും വലിയ അനുഗ്രഹം. നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയ് ദേവി. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. സച്ചു ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി പാലക്കാടുള്ള ഒരു പഴയ ഇല്ലത്തെയാ. അവിടെ നിന്ന് ഇരിക്കപ്പിണ്ടം വെച്ച് അതിനെ പുറത്തിറക്കി വിട്ടു. ഇരിക്കപ്പിണ്ടം വെക്കുന്നതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാ. അത് തന്നെയല്ല വൃത്തികെട്ട് നടക്കുന്ന പെൺകുട്ടികളെ അങ്ങനെ ഇറക്കി വിടുന്നത്. അങ്ങനെ നടക്കുന്നു അവർക്ക് തോന്നിയാലും പോരെ സ്വാമി.
സച്ചുമായി ആ കുട്ടിക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ പടിയിറക്കി വിട്ടത്. എന്നിട്ടിപ്പോ എവിടെ താമസിക്കുന്നു എന്നാ പറഞ്ഞത്? അകന്ന ബന്ധത്തിൽപ്പെട്ട ആരുടെയോ കൂടെയാ. ഈ പറയുന്നൊന്നും കേട്ടിട്ട് വ്യക്തമായിട്ട് ഒരു രൂപം കിട്ടുന്നില്ല എനിക്ക്. സ്വാമി ഇങ്ങനെ ടെൻഷൻ ആവാതെ കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേ. എന്തായാലും അവന് ഇഷ്ടമുള്ള പെണ്ണാ അത്. എപ്പോഴായാലും നടത്തി കൊടുക്കുകയും വേണം. എന്നാ പിന്നെ ഉടനെ അങ്ങ് ആലോചിക്കാം സ്വാമി. അവനും അത് തന്നെയാ താല്പര്യം. നേരാണോ മോളെ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യാച്ചാ, ലച്ചുവിന്റെ രാമൻ രഘുവേട്ടന്റെ ഏട്ടനാ. അവള് പറഞ്ഞപ്പോ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്നവനാ സച്ചിദാനന്ദൻ. രഘുവതി പോലൊന്നുമല്ല, ഒരു ശാന്ത സ്വഭാവക്കാരനാ. ശരിക്കും ഒരു പാവം. അവൻ ഇങ്ങനൊരു ബന്ധം ഉണ്ടാവുമെന്ന് വെച്ചാൽ അത്തരം സ്വഭാവമൊന്നും ഇല്ല അവന്. അതിന് അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ലാത്തതൊന്നല്ലല്ലോ സാർ. എങ്ങനെയാ സംഭവിച്ചു പോയൊരു തെറ്റ്? അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണല്ലോ അദ്ദേഹം. അതൊക്കെ ശരിയാ മോളെ. പ്രാണരക്ഷാർത്ഥം ഓടി വന്നൊരു പെണ്ണിനെ രക്ഷിക്കുകയല്ല, സത്യത്തിൽ നശിപ്പിക്കുകയല്ലേ ചെയ്തത്. സച്ചിദാനന്ദന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവേണ്ടതല്ല. അങ്ങനെ നോക്കിയാ തെറ്റ് മുഴുവൻ പെണ്ണിന്റെ ഭാഗത്താ. ലച്ചു എന്ത് ചെയ്തു അച്ഛനീ പറയുന്നേ? നിന്റെ മനസ്സിൽ പല ന്യായീകരണങ്ങളും ഉണ്ടാവും. പക്ഷെ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ലച്ചുവിന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ഏത് സാഹചര്യത്തിലായാലും വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി അത്തരം ബന്ധങ്ങളിലേക്ക് പോകരുതായിരുന്നു. പ്രത്യേകിച്ചും കല്യാണം തീരുമാനിച്ചു വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. അത് അവൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ആയിരുന്നില്ല, ഒരുപാട് പ്രായമുള്ള ആളായിരുന്നു. എന്നിട്ട് ആ കല്യാണത്തിന് സമ്മതിക്കാൻ തന്നെയല്ലേ ലച്ചു തീരുമാനിച്ചത്? ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴല്ലേ മനംമാറ്റം ഉണ്ടായത്? ഇല്ലെങ്കിൽ എല്ലാം മറന്നു മറ്റൊരുത്തനെ വഞ്ചിക്കില്ലായിരുന്നു. എന്താ എന്താ ഒന്നും പറയാത്തത്? സച്ചിദാനന്ദൻ നല്ലവനായതുകൊണ്ട് ഇപ്പൊ കല്യാണം നടക്കുന്നു, അല്ലാതെ നിന്റെ ലച്ചുവിന്റെ കഴിവൊന്നുമല്ല. അച്ഛൻ ഇങ്ങനെയൊന്നും പറയണ്ട. ആരായാലും എന്റെ ലച്ചുവിനെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിണങ്ങി പോവല്ലേ മോളെ. എന്തായാലും എല്ലാം നന്നായിട്ട് അവസാനിച്ചില്ലേ, അതിനൊരു സന്തോഷമില്ലേ? ശരിക്കും ഇപ്പോഴാ എനിക്ക് സമാധാനായത്. അവളെ ഓർത്ത് വിഷമിക്കേണ്ടല്ലോ ഇനി. ഞാൻ എന്തായാലും രഘുവേട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ. കുഞ്ഞിനെന്താ വേണ്ടത്? സൈനൈഡ്. അതിന് തനിക്കെന്താ വേണ്ടത്? ക്യാഷ്? സയനൈഡ് അതങ്ങനെ തരാൻ പാടില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് സൈനൈഡ് വേണം. നാക്കത്തൊന്ന് തൊട്ടാൽ അപ്പം മറിഞ്ഞു വീണു മരിക്കുന്ന പൊട്ടാസ്യം സൈനൈഡ്. കുഞ്ഞിനെന്തിനാ ഇത്? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്ത് സംഭവിച്ചാലും അതിൽ നിങ്ങളുടെ പേര് വീടില്ല. മറിച്ച് പണം വരും, വന്നുകൊണ്ടിരിക്കും. ഇനി അതല്ല, സ്വർണം വേണമെങ്കിൽ അതും. വയ്യെങ്കിൽ പറ, എനിക്ക് പോണം. ഹേയ് കുഞ്ഞിരിക്ക്, ഞാനിപ്പോ വരാമേ. സൂക്ഷിക്കണം. നാവിലോ മുറിവിലോ വല്ലതും തൊട്ടാൽ അപ്പം മരിക്കും. അറിയാം, മരിക്കണം. കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നത്? വലിയേട്ടൻ വിളിച്ചോ? ആ വിളിച്ചു.
മുഹൂർത്തത്തിന് എത്തണമെങ്കിൽ വെളുപ്പിനെ പോണം നിനക്ക് അല്ലേ? ആ വേണം. ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ. വല്യേട്ടൻ നിന്റെ കൂടെ പോരട്ടെ? വേണ്ട വല്യേട്ടാ, രഘുരാമന്റെ അടുത്ത് എല്ലാരും വേണ്ടത്. അതൊന്നും നീ നോക്കണ്ട, വല്യേട്ടൻ കൂടെ വരും. നീ ഒറ്റയ്ക്ക് പോണ്ട. വേണ്ട എടുത്തി, അവിടെ ഞാൻ മാത്രം പോയാൽ മതി. ഒരു ചടങ്ങിന് താലികെട്ട് നടത്തുന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ കല്യാണം നടക്കുന്നത് ഇവിടെ വന്ന് കയറുമ്പോഴായിരിക്കും. നിന്റെ മനസ്സാ വല്യേട്ടനെ തളർത്തി കളയുന്നത്. എല്ലാരും ഇവിടെ നിന്ന് കല്യാണം കൂടുമ്പോ നിന്നെ മാത്രം ഒറ്റപ്പെടുത്തിയെന്ന് തോന്നരുത്. വല്യേട്ടന്റെ ഇടവും വലവും നിൽക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാ. വല്യേട്ടന്റെ ധൈര്യമെന്ന് പറയുന്നത് നീയും രഘുപതിയുമാ. വേറിട്ട് കണ്ടിട്ടില്ല വല്യേട്ടൻ, വേറിട്ട് കാണില്ല ഒരിക്കലും. എനിക്കറിയാം, വല്യേട്ടന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി എനിക്ക്. എന്റെ മോനെ, വല്യേട്ടന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും നിനക്ക്. എന്റെ എല്ലാ അനുഗ്രഹവും എന്നും ഉണ്ടാവും. എന്തായത്? ചെറി, അത് മനസ്സിലായി. ഈ സിറിഞ്ച് നീടലും കണ്ടോണ്ട് ചോദിച്ചാ? ഇതില് കുറച്ച് വിഷം ഇഞ്ചക്ട് ചെയ്തു. ഇനി അവൾക്ക് കൊടുത്താലോന്ന് വിചാരിക്ക കൃഷ്ണവേണിക്ക്. അവളെ കൊല്ലാൻ ഈ ചെറിപ്പഴം മതിയാവും വിഷ്ണു? മതിയാവും, ഇത് ധാരാളം മതിയാവും. ജീവനോടെ കാണുന്നതിനേക്കാൾ അവളുടെ ശവം കാണുന്നതല്ലേ രസം. കല്യാണം കഴിഞ്ഞ അടുത്ത മുഹൂർത്തത്തിൽ അവളെ ശവം അടക്കം. എങ്ങനെ ഉണ്ടാവും? നീ സീരിയസ് ആയിട്ട് പറയാണോ? സത്യം പറ, എന്താ ഇതില്? ഛേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇങ്ങനെ എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കൊന്നാലോന്ന് വിചാരിച്ചു ഞാൻ. വേണ്ട, ആവശ്യമില്ലാത്തൊന്നും നീ ചിന്തിക്കണ്ട. ഞാനൊന്നും ചിന്തിക്കുന്നില്ല. നീ ഒന്ന് പോയേ, എനിക്ക് ഉറക്കം വരുന്നു. പോടാ. ഒരുപാട് ഡിസൈനുകളുണ്ടല്ലോ, എല്ലാം വളരെ നന്നായിരിക്കുന്നു. മോള് പറഞ്ഞതെല്ലാം അച്ഛൻ വാങ്ങിച്ചു. അവിടെ കയറി ചെല്ലുമ്പോ ഒരു കുറവും ഉണ്ടാകരുത് എന്റെ കുഞ്ഞിന്.
ഇതുകൊണ്ടൊന്നും തീർന്നില്ല. കഴിവുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള എന്തും മോള് ചോദിച്ച അച്ഛൻ കൊണ്ടുവന്ന് തരും. ഒരു കാര്യം ഒഴിച്ച്, അമ്മ. അമ്മയെല്ലാം കാണുന്നുണ്ടാവും അച്ഛ. അങ്ങ് മുകളിലിരുന്ന് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവൂല്ലേ? രഘുപതിയുടെ സമയം കൊള്ളാം. അല്ല, ഒരുങ്ങിക്കഴിഞ്ഞപ്പോ എന്താ പെണ്ണിന്റെ ഒരു ചന്തം. ആ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇറങ്ങാൻ സമയമായി. ഇപ്പൊ ഇറങ്ങാച്ചാ, ദാ കഴിഞ്ഞു. ശരിയല്ലേ? രമേശ, ആ ബസ്സിൽ ആള് ഫുള്ളായെങ്കിലേ അത് വിട്ടോ. മാഷേ, പെട്ടെന്ന് വാ. അടുക്കി വെക്കുന്ന എന്നൊക്കെ ഒരു ഭംഗി വേണ്ടേ? മാറിക്കേ. ആ, ഇതിനെന്താ ഒരു സ്പെഷ്യാലിറ്റി? ഇത് ചെറുക്കന്റെ മണ്ണിനുള്ള മധുരമാണ്. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അങ്ങോട്ട് ചെല്ലേ. അല്ല, എന്നോട് ദേഷ്യമായിരിക്കും കൃഷ്ണവേണിക്ക്. പിന്നെ ഒരു ദേഷ്യവും ഉണ്ടാവില്ല. ചെല്ല്, വാ. ആ ഭാസ്കര, ഇനിയിപ്പോ മധുരം വിളമ്പാ. ഇത് ഞാൻ കൊണ്ടു കൊടുത്തോളാം.
എടുത്തു തരാവേ. ഞാൻ കൊടുത്തോളാം. അല്ല, ഞാൻ കൊടുത്താൽ എന്താ കുഴപ്പം? വേണ്ട. വാ. രഘുപതി, ഇത് നമ്മുടെ കൃഷി ഓഫീസർ നമശിവായത്തിന്റെ മോനാ. ഹലോ. ഇവരൊക്കെ അച്യുതന്റെ കൊളീഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? പെട്ടെന്ന് കൊണ്ട് കൊടുക്കണേ. കഴിക്ക്. എടാ കഴിക്കുക.